ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ തേർഡ് ചാപ്റ്ററിൽ പ്ലാനിങ് എന്തൊക്കെയാണ്, അതേപോലെ എൻ്റെ ഫീച്ചേഴ്സും നേച്ചറും അതേപോലെ എൻ്റെ പ്രോസസ്സും സ്റ്റെപ്സൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ പ്രോസസ്സിൽ ഫസ്റ്റ് തന്നെ പറഞ്ഞത് സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് എന്നുള്ളതാണ് പറഞ്ഞത്. അതായത് ഒരു ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യാതെ നമുക്ക് ഒരിക്കലും പ്ലാനിങ് സാധ്യമല്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചോളം എന്തൊക്കെയാണ് ബിസിനസ് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദ പ്രോസസ് ഓഫ് മാനേജ്മെൻറ്റ് ബിഗിൻസ് സെറ്റിംഗ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്. എപ്പോഴും ഒരു മാനേജ്മെൻറ്റ് പ്രോസസ്സ് പ്ലാനിങ് ആണ് ബേസിക് ആയിട്ടുള്ള പ്രോസസ്സ് എന്ന് പറയുമ്പോൾ, അത് തുടങ്ങണമെങ്കിൽ തന്നെ അവിടെ എന്താണ് ഒരു കൃത്യമായിട്ടുള്ള ഒരു ലക്ഷ്യം നമുക്കവിടെ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ദേ ആർ ദ എൻഡ് പോയിന്റ്സ് ഓർ ഗോൾസ് ഓർ പ്രീ ഡിറ്റർമിൻഡ് റിസൾട്ട്സ് ടുവേർഡ്സ് വിച്ച് ഓൾ ബിസിനസ് ആക്ടിവിറ്റീസ് ആർ ഡയറക്റ്റഡ്. ഒരു സ്ഥാപനത്തിലെ എല്ലാ പ്രവർത്തികളെയും ഒരു നിശ്ചിത ദിശയിലേക്കാണ് നമ്മൾ തിരിച്ചുവിടുന്നത്. ആ നിശ്ചിത ദിശ തന്നെയാണ് നമുക്ക് അച്ചീവ് ചെയ്യേണ്ടത് നമ്മുടെ ലക്ഷ്യം അല്ലെങ്കിൽ ഗോള്, ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഒബ്ജക്റ്റീവ്സ് മേ ബി ഡിഫൈൻഡ് ആസ് ദ എൻഡ് റിസൾട്ട്. നമ്മളൊരു കാര്യം ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ആവണം അതിൻ്റെ റിസൾട്ട്. അപ്പോൾ എൻഡ് റിസൾട്ട് എന്ന് പറയുന്നതാണ് ഒബ്ജക്റ്റീവ്സ് വിച്ച് ആൻ ഓർഗനൈസേഷൻ ട്രൈസ് ടു അച്ചീവ്. അതായിരിക്കണം ആ ഓർഗനൈസേഷൻ അച്ചീവ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട്. ടെറി ഡിഫൈൻസ് എ മാനേജറിയൽ ഒബ്ജക്റ്റീവ് ഈസ് ദ ഇൻറ്റൻഡഡ് ഗോൾ വിച്ച് പ്രിസ്ക്രൈബ്സ് ഡെഫിനിറ്റ് സ്കോപ്പ് ആൻഡ് സജസ്റ്റ് ഡയറക്ഷൻ ടു എഫേർട്സ് ഓഫ് മാനേജർ. ഒരു മാനേജറുടെ എല്ലാ എഫേർട്ടുകളെയും കൃത്യമായിട്ട് ഡയറക്റ്റ് ചെയ്ത് ഒരു നിശ്ചിത ഗോളിലേക്ക് എത്തിക്കാൻ വേണ്ടി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും അതിൻ്റെ മാനേജറിയൽ ഒബ്ജക്റ്റീവ് എന്ന് പറയാം എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ പറഞ്ഞിരിക്കുന്ന ഡെഫിനേഷൻ എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ്സ് ആർ ദ ഗോൾസ്, എയിംസ് ഓർ പർപ്പസസ്. ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പം നമുക്ക് കൃത്യമായിട്ടുള്ള ലക്ഷ്യം, ഗോൾസ്, എയിമുകൾ അല്ലെങ്കിൽ പർപ്പസ്, ഒരു ഉദ്ദേശം, ദാറ്റ് ഓർഗനൈസേഷൻ വിഷ് ടു അച്ചീവ്. ഒരു ഓർഗനൈസേഷൻ അച്ചീവ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഓവർ വാരിയിങ് പീരീഡ്സ് ഓഫ് ടൈം. ഓരോ സമയങ്ങളിൽ നമ്മൾ ഓരോരുത്തർക്കും ഉള്ള ലക്ഷ്യങ്ങൾ ഡിഫറെൻ്റ് ആയിരിക്കും. അതേപോലെ സ്ഥാപനത്തിനും സാഹചര്യത്തിനനുസരിച്ചുകൊണ്ട് അവർക്ക് നേടിയെടുക്കേണ്ട ചില ലക്ഷ്യങ്ങളെ തന്നെയാണ് അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഒബ്ജക്റ്റീവ്സ് ആർ ദ അൾട്ടിമേറ്റ് എയിം ടുവേർഡ്സ്. അപ്പോൾ നമുക്ക് പറയാവുന്ന ഏറ്റവും എളുപ്പമുള്ളൊരു കാര്യം എന്താണ്? അൾട്ടിമേറ്റ് എയിം. നമുക്ക് എന്താവണം, എന്താണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുമ്പോൾ അതാണ് നമ്മുടെ അൾട്ടിമേറ്റ് എയിം. ആ ഒരു എയിം നമുക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ എഫേർട്ടുകളാണ് അതിലേക്ക് എത്തേണ്ടത്, അതിനെ തന്നെയാണ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു ബിസിനസ് ഒബ്ജക്റ്റീവിന് വേണ്ടതായിട്ടുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് എപ്പോഴും അതിൻ്റെ നേച്ചർ മൾട്ടിപ്പിൾ ആയിരിക്കും. ഇറ്റ് ഈസ് മൾട്ടിപ്പിൾ ഇൻ നേച്ചർ. Business organization is required to determine a number of objectives to achieve overall objectives. ഒരു സ്ഥാപനത്തിൽ ഒരു ഒബ്ജക്റ്റീവ് അല്ല ഉണ്ടാവുക, ഒത്തിരി ഒബ്ജക്റ്റീവുകൾ ഉണ്ടാവും. ആ ഒരു ഓവറോൾ ഒബ്ജക്റ്റീവ്സിനെയൊക്കെ കൃത്യമായിട്ട് ഡിറ്റർമിൻ ചെയ്യുക. അപ്പോൾ മൾട്ടിപ്പിൾ ഇൻ നേച്ചർ ആയിരിക്കും ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഒബ്ജക്റ്റീവ് ഹാവ് ഹൈറാർക്കി. അതിനെന്തുണ്ടായിരിക്കും? ഒരു നിശ്ചിത ഹൈറാർക്കി ഉണ്ടായിരിക്കുക എന്നാണ് പറയുന്നത്. അതായത് എങ്ങനെ അത് പോകണം, അതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണെന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കും. ടോപ്പ് ലെവൽ മാനേജ്മെൻ്റ് ആണ് ഡിറ്റർമിൻ ചെയ്യുന്നത് ഒരു ഓർഗനൈസേഷൻ്റെ മൊത്തത്തിലുള്ള ഒബ്ജക്റ്റീവ്സിന്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ഡിവിഷൻസും ഇൻഡിവിജ്വൽസും ഒക്കെ വേണം ആ ഒരു ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് ദേ ആർ റിക്വയർഡ് ടു frame specific goals which lead to fulfillment of overall objectives. There is a hierarchy of objectives. അപ്പോൾ അതുകൊണ്ട് തന്നെ അതെല്ലാം ഫുൾഫിൽ ചെയ്യണമെങ്കിൽ ഒരു കൃത്യമായിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ളൊരു ഗോൾസ് തന്നെ അവിടെ ഫ്രെയിം ചെയ്തിട്ടുണ്ടായിരിക്കണം. അത് ടോപ്പ് ലെവലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് എൻഡ് ചെയ്യുന്ന എവിടെയായിരിക്കും? ഏറ്റവും ലോവർ ലെവലിലായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്ന ഒബ്ജക്റ്റീവ്സ് ഫോം എ നെറ്റ്വർക്ക്. ഇനി ഈ ഒബ്ജക്റ്റീവ്സിൻ്റെ പ്രത്യേകത എന്താ? നമുക്കറിയാം ഇതെല്ലാം കൃത്യമായി പ്ലാൻ ചെയ്യുന്നത് നമ്മുടെ ടോപ്പ് ലെവൽ മാനേജ്മെൻ്റ് ആണെങ്കിലും ആ ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അവിടെ കമ്പൈൻ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അവിടെ ഏറ്റവും ലോവർ ലെവലിൽ വരെയുള്ള കാര്യങ്ങൾ നമുക്ക് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൃത്യമായിട്ട് എന്തായിരിക്കണം? ഒരു നെറ്റ്വർക്ക്, ഒന്നിനോട് ബന്ധിച്ചു കൊണ്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് അവിടെ വേണ്ടത്. കാരണം ഇൻ്റർ ഡിപ്പെൻഡൻ്റ് ആയിരിക്കണം ആ ഒബ്ജക്റ്റീവ്സ്. അതേപോലെ മ്യൂച്വൽ സപ്പോർട്ടീവും ആയിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. അതെല്ലാം ഒരേ സമയം നമുക്ക് ചിലപ്പം റിയലൈസ് ചെയ്യേണ്ടതും ആവശ്യമായിരിക്കും. ഒബ്ജക്റ്റീവ്സ് ലോങ് ടേമിലേക്കും ചെയ്യാം, ഷോർട്ട് ടേമിലേക്കും ചെയ്യാം. ബിസിനസ്സിൻ്റെ നേച്ചറിനനുസരിച്ച് അല്ലെങ്കിൽ അവർ സെറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ ബേസ് ചെയ്തുകൊണ്ട് ലോങ് പീരീഡിലേക്കോ ഷോർട്ട് പീരീഡിലേക്കോ അവരുടെ സർവൈവൽ, അവരുടെ ഗ്രോത്ത് അങ്ങനെയൊക്കെ പറയുമ്പോൾ അത് ലോങ് പീരീഡിലേക്കാണ്. മാർക്കറ്റിംഗ് സ്റ്റാൻഡിങ്ങും അതേപോലെ സെയിൽസ് മാക്സിമൈസ് ചെയ്യുക അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ്, അതൊക്കെ ഷോർട്ട് റേഞ്ചിലേക്കുള്ള ഒബ്ജക്റ്റീവ്സ് ആണെന്നാണ് പറയുന്നത്.
ഇനി ചിലപ്പം ഈ ഒബ്ജക്റ്റീവ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ടാൻജിബിളോ അതല്ലെങ്കിൽ കാണുന്ന ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അത് കാണാത്തത് നമുക്കാവാം എന്നുള്ളതാണ് പറയുന്നത്. കാരണം ഇവിടെ എന്താണ്, മാനേജറിൻ്റെ പെർഫോമൻസ്, വർക്കേഴ്സിൻ്റെ മോറല്, ഇതെല്ലാം ഇൻടാഞ്ചിബിൾ ഒബ്ജക്റ്റീവ്സാണ്. അതിൻ്റെ പ്രൊഡക്ടിവിറ്റി ഇത്രയാണ്, ഫിസിക്കൽ ആൻഡ് ഫിനാൻഷ്യൽ സ്റ്റാൻഡിങ് ഇങ്ങനെയാണ്, അതെല്ലാം നമുക്ക് ടാഞ്ചിബിൾ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ആണെന്നുള്ളതാണ് പറയുന്നത്. ഒബ്ജക്റ്റീവ്സ് എപ്പോഴും പ്രയോറിറ്റൈസ് ചെയ്തിരിക്കണം. കാരണം നമുക്ക് ഒരു ഗിവൺ പോയിന്റ് ഓഫ് ടൈമിൽ അക്കംപ്ലിഷ് ചെയ്യാൻ പറ്റുന്ന ഒബ്ജക്റ്റീവ്സ് എല്ലാം വാരി വലിച്ച് നമ്മൾ ഒരേ സമയം ഒന്നും ചെയ്യാൻ പറ്റില്ല. ഏതാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത്, മുന്നിൽ കൊണ്ടുവരുന്നത്, അതിനെയാണ് ആ പ്രയോറിറ്റിക്ക് അനുസരിച്ചാണ് ഒബ്ജക്റ്റീവ്സ് അവിടെ ഫുൾഫിൽ ചെയ്യേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. ഒബ്ജക്റ്റീവ്സ് ആർ വെരിഫയബിൾ. നമ്മൾ ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതെങ്ങനെയായിരിക്കണം, നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റണം. അതെന്തുകൊണ്ടാണ്, ന്യൂമറിക്കലി നമുക്കത് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കണം. വെരിഫയബിൾ ഒബ്ജക്റ്റീവ്സ് എന്നാണ് നമുക്ക് ഒരു സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഒരു ആക്ച്വൽ പെർഫോമൻസിൻ്റെ കൃത്യമായിട്ടുള്ള സ്റ്റാൻഡേർഡ് എത്ര വെക്കണം. നമുക്കറിയാം, ഇപ്പോൾ ഒരു സ്ഥാപനത്തിൻ്റെ സെയിൽസ് 80% നടക്കണമെന്ന് പറയുമ്പം അതാണ് അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അത് നമുക്ക് മെഷറബിൾ ആണ്, ന്യൂമറിക്കലി അത് എക്സ്പ്രസ് ചെയ്യുന്നുണ്ട് എന്താണ് എന്നുള്ളത്. അതുകൊണ്ട് നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റും അത്ര എത്തിയിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയാം. അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മൾ സ്റ്റാൻഡേർഡുകളൊക്കെ ഫിക്സ് ചെയ്യാമെന്നാണ് പറയുന്നത്. പിന്നെ പറഞ്ഞിരിക്കുന്ന കാര്യം ചാൻസ് ഓഫ് ക്ലാഷ് ബിറ്റ്വീൻ ഒബ്ജക്റ്റീവ്സ്. നേരത്തെ ഞാൻ പറഞ്ഞു, ഓരോ സ്ഥാപനത്തിനും ഒരു ഒബ്ജക്റ്റീവ് മാത്രമല്ല ഉണ്ടാവുക, അവർക്ക് ഒരു കണക്ട് ചെയ്തുകൊണ്ട് തന്നെ ഒരു കുറച്ചും കൂടി അധികം എണ്ണം ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ നമ്മൾ ഏത് ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുമ്പോഴും ഒന്നൊന്നിനോട് റിലേറ്റഡ് ആയിരിക്കണം. അതേസമയം ക്ലാഷ് വരാതെ, പരസ്പരം പ്രശ്നങ്ങൾ വരാത്ത രീതിയിലുള്ള ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റും അവരുടെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാനാണ്, അറ്റൈൻ ചെയ്യാനാണ് അവർ ശ്രമിക്കേണ്ടത്. അങ്ങനെ വരുന്ന സമയത്ത് ഒരു ക്ലാഷൊക്കെ മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റ് തമ്മിൽ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതില്ലാതെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. സോ നമ്മൾ ഇത്ര നേരം പറഞ്ഞൊരു കാര്യം എന്താണ് ബിസിനസ് ഒബ്ജക്റ്റീവ്, ഇതൊക്കെയാണ് ബിസിനസ് ഒബ്ജക്റ്റീവ് എങ്കിൽ അതിന് വേണ്ടതായിട്ടുള്ള ഫീച്ചേഴ്സ്, അങ്ങനെ ഒരു ഒബ്ജക്റ്റീവ് ആവണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ അതിനുണ്ടായിരിക്കണം എന്നുള്ളതാണ് പറഞ്ഞത്. ഇനി നമുക്ക് നോക്കാം അതിൻ്റെ മെറിറ്റ്. നമ്മളിങ്ങനെ ഒരു ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്തൊക്കെയാണ് ഗുണങ്ങൾ കിട്ടുക. ക്ലിയർ ഡെഫിനിഷൻ ഓഫ് ഒബ്ജക്റ്റീവ്സ് എൻകറേജസ് യൂണിഫൈഡ് പ്ലാനിങ്. നമുക്ക് ലക്ഷ്യം ക്ലിയർ ആണെങ്കിൽ, എല്ലാവരുടെ മുന്നിലും കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്ന ഒരു ലക്ഷ്യമാണെങ്കിൽ അവിടെ എന്താ, ഒന്നിച്ച് ഒരു എല്ലാവർക്കും ഐക്യകണ്ഠേന തന്നെ അല്ലെങ്കിൽ ഒരുപോലെ തന്നെ പ്ലാൻ ചെയ്യാൻ അവിടെ സാധിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഒബ്ജക്റ്റീവ്സ് എപ്പോഴും ഒരു ഡീസെൻട്രലൈസേഷൻ്റെ ഫോമാണ് ഉണ്ടായിരിക്കുന്നത്. അതോറിറ്റി അറ്റ് ഡിഫറെൻറ്റ് ലെവൽ ഓഫ് മാനേജ്മെൻറ്റ്. കാരണം നമുക്കൊരു സ്ഥാപനം ഒത്തിരി ഡിപ്പാർട്ട്മെൻറ്റുകളുടെ സഹായത്തോടെ മുന്നോട്ട് പോകുമ്പം അവിടെയെല്ലാം ഡീസെൻട്രലൈസേഷൻ ആവശ്യമായിരിക്കും എന്നാണ് പറയുന്നത്. എന്നാൽ അതേസമയം ഇവരുടെ എല്ലാം ഏകീകരിച്ചുള്ള വർക്കുകളും നമുക്ക് ആവശ്യമാണ്. സോ കോർഡിനേഷൻ ഓഫ് വർക്കും എഫേർട്ടും റിസോഴ്സുകളെല്ലാം അവിടെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദേ മോട്ടിവേറ്റ് ദ ഇൻഡിവിജ്വൽസ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഒബ്ജക്റ്റീവ്സ് നമ്മൾ കൊടുക്കും തോറും അവിടെ വർക്ക് ചെയ്യുന്ന ഓരോ ഇൻഡിവിജ്വൽസിനും അതിനെ മോട്ടിവേറ്റ് ചെയ്യുന്നു. കാരണം ആ ഒരു ഗോള് അച്ചീവ് ചെയ്യാനുള്ളതാണ്, ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ബെനിഫിറ്റ് എല്ലാവർക്കും ഉണ്ടാവും എന്നുള്ളൊരു ധാരണ അവർക്ക് ഉണ്ടായിരിക്കും. ഇറ്റ് പ്രൊവൈഡ്സ് ദ ബേസിക് സ്റ്റാൻഡേർഡ്സ് ഫോർ കൺട്രോൾ ബൈ വേ ഓഫ് എസ്റ്റാബ്ലിഷിംഗ് ദ ഒബ്ജക്റ്റീവ് സ്പെസിഫിക്കലി. കൃത്യമായിട്ട് തന്നെ അതൊരു ബേസിക് സ്റ്റാൻഡേർഡ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുക, കൺട്രോൾ ചെയ്യേണ്ടതിൻ്റെ ഒരു ബേസിക് സ്റ്റാൻഡേർഡ് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്നു ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടെങ്കിൽ. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ കോൺട്രിബ്യൂഷൻ ടു ബി മെയ്ഡ് ബൈ ഈച്ച് യൂണിറ്റ്. അങ്ങനെ ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഓരോ യൂണിറ്റിനും എന്താണ് കോൺട്രിബ്യൂഷൻ വേണ്ടത് എന്നുള്ളത് അവിടെ കൃത്യമായിട്ട് നമുക്ക് അറിയാൻ സാധിക്കുന്നു. ആൻഡ് ഒബ്ജക്റ്റീവ്സ് എലിമിനേറ്റ് ഹസാർഡ് ആക്ഷൻസ്. നമുക്ക് കൃത്യമായിട്ടൊരു ലക്ഷ്യവും അതിനനുസരിച്ച് പ്ലാനിങ്ങും ഉണ്ടെങ്കിൽ നമുക്ക് അനാവശ്യമായിട്ട് ചില പ്രവർത്തികൾ ചെയ്ത് നമ്മുടെ സമയവും പണവും കളയേണ്ട ആവശ്യം വരുന്നില്ല എന്നാണ് പറയുന്നത്. ആൻഡ് ദേ ഫെസിലിറ്റേറ്റ് ബെറ്റർ മാനേജ്മെൻറ്റ് ഓഫ് ദ എൻ്റർപ്രൈസ് ബൈ പ്രൊവൈഡിങ് എ ബേസിസ് ഫോർ ലീഡർഷിപ്പ്, ഗൈഡിങ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിങ് ദ ആക്ടിവിറ്റീസ് ഓഫ് പീപ്പിൾ ഓഫ് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്. പല ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ജനങ്ങളുടെ പ്രവർത്തികളെ കൺട്രോൾ ചെയ്യാനും ഡയറക്റ്റ് ചെയ്യാനും അവരെ ഗൈഡ് ചെയ്യാനും ലീഡ് ചെയ്യാനും എല്ലാം വേണ്ട ഒരു അടിസ്ഥാനപരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഈ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. സോ നമ്മളിപ്പോൾ പഠിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ബിസിനസ് ഒബ്ജക്റ്റീവ്സ്, അതിനുണ്ടായിരിക്കേണ്ടതായിട്ടുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ഇനി അങ്ങനെ ഒരു ഒബ്ജക്റ്റീവ്സ് എല്ലാ ഫേമുകൾക്കും ആവശ്യമുണ്ടോ, ഉണ്ടെങ്കിൽ അതുകൊണ്ടുള്ള മെറിറ്റ് ഗുണങ്ങൾ എന്തൊക്കെ അവർക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്.
ഇനി നെക്സ്റ്റ് പോയിന്റിൽ പറയുന്നത് എങ്ങനെയാണ് ഈ ഒബ്ജക്റ്റീവ്സും സെറ്റ് ചെയ്യുക, അതിനൊരു പ്രോസസ്സ് ഉണ്ട്. നമ്മൾ നേരത്തെ പ്ലാനിങ്ങിന് പറഞ്ഞ പോലെ തന്നെ വെറുതെ അങ്ങോട്ട് നമുക്ക് കയറിയിട്ട് ഒരു ഒബ്ജക്റ്റീവ്സ് ഒന്നും സെറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവിടെ ഒരു പ്ലാനിങ് കൃത്യമായിട്ടുണ്ടായിരിക്കുക എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് വളരെ എളുപ്പമുള്ളൊരു ടാസ്ക് അല്ല. ഒരുപാട് കാര്യങ്ങളെ കൺസിഡർ ചെയ്തുകൊണ്ട് സെറ്റ് ചെയ്യേണ്ട ഒന്നാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. കാരണം അത് കൂടുതൽ പേരിലും എത്തിക്കാൻ പറ്റിച്ചിട്ട് നമുക്ക് അതിനനുസരിച്ച് റിസൾട്ട് നേടിയെടുക്കാൻ സാധിക്കുന്നതായിരിക്കണം. സോ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വേണ്ടിയിട്ട് ക്ലാസിഫിക്കേഷൻ ഓഫ് ഒബ്ജക്റ്റീവ്സ്. നമുക്ക് എത്രത്തോളം ഒബ്ജക്റ്റീവ്സ് ഉണ്ടോ അതിനൊന്ന് ക്ലാസിഫൈ ചെയ്തെടുക്കുക. എങ്ങനെ ക്ലാസിഫൈ ചെയ്യണം? ഇൻറ്റു മേജർ ആൻഡ് സപ്പോർട്ടിംഗ് ഗോൾസ്. നമ്മൾ നേരത്തെ പറഞ്ഞു മെയിൻ ആയിട്ടുള്ള കുറച്ച് ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുക, അതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ചില ഗോൾസുകളും ലോങ് റേഞ്ചിലേക്കും ഷോർട്ട് റേഞ്ചിലേക്കും ഒക്കെ ഉള്ള ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുന്നു. ആൻഡ് ഒബ്ജക്റ്റീവ്സിനെ നമ്മൾ എന്നിട്ട് എന്ത് ചെയ്യും? പല പല ഭാഗങ്ങളാക്കി ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് സെക്ഷനിലേക്കോ ഇൻഡിവിജ്വലിലേക്കോ ഒക്കെ അവിടെ കൊടുക്കുക എന്നുള്ളതാണ് അവിടെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ഏരിയാസ് ഓഫ് ഒബ്ജക്റ്റീവ്സ്. ഇനി നമ്മൾ ഓരോ ഏരിയയ്ക്കും എന്തുണ്ടായിരിക്കണം? ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്ത് കൊടുക്കുക. റിയലിസ്റ്റിക് ഒബ്ജക്റ്റീവ്സ്. ഒബ്ജക്റ്റീവ്സ് എപ്പോഴും എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത്? നമ്മൾ വളരെ റിയലിസ്റ്റിക് ആയിട്ട് യാഥാർത്ഥ്യബോധത്തോട് കൂടിയിട്ട് ഐഡിയലിസ്റ്റിക് ആയിട്ടിനെക്കാട്ടിലും റിയലിസ്റ്റിക് ആയിട്ടാണ് നമ്മൾ അതിൽ ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യേണ്ടത്. കൺസിഡറേഷൻ ഓഫ് പാസ്റ്റ് പെർഫോമൻസ്. ഇനി നമ്മളത് സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഫേമിൻ്റെ മുന്നത്തുള്ള പെർഫോമൻസുകളെല്ലാം ഒന്ന് പരിഗണിക്കുക. കാരണം അവിടെയൊക്കെ നമുക്ക് ചില ഏറ്റവും നല്ല പോയിന്റുകൾ കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ആ ഒരു പാസ്റ്റ് പെർഫോമൻസ് എന്തായിരുന്നു, അതിനൊക്കെ എങ്ങനെയാണ്, അതിനൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കണം പുതിയൊരു ഒബ്ജക്റ്റീവ് അവിടെ സെറ്റ് ചെയ്യേണ്ടതും അതിനെ റിവ്യൂ ചെയ്യേണ്ടതും. പിന്നെ കൃത്യമായിട്ട് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ആയിരിക്കുക, ക്ലാരിറ്റി ഉണ്ടായിരിക്കുക. ആർക്കും അതൊന്ന് കണ്ടു കഴിഞ്ഞാലോ കേട്ട് കഴിഞ്ഞാലോ ഒന്നും ഒരു സംശയത്തിന് ഇടവരുത്താത്ത രീതിയിൽ അത്രത്തോളം ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടായിരിക്കണം ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യേണ്ടത്. ബാലൻസിങ് ഓഫ് ഷോർട്ട് റേഞ്ച് ആൻഡ് ലോങ് റേഞ്ച് ഒബ്ജക്റ്റീവ്സ്. ഞാൻ പറഞ്ഞ ഒരു സ്ഥാപനത്തിന് ഒരു ഒബ്ജക്റ്റീവ് ഒന്നല്ല, ഒത്തിരി ഒബ്ജക്റ്റീവുകൾ ഉണ്ടാവും. അതിൽ തന്നെ പ്രയോറിറ്റൈസ് ചെയ്തുകൊണ്ടായിരിക്കും മെയിൻ ഒബ്ജക്റ്റീവും അല്ലെങ്കിൽ സെക്കൻഡറി ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് ഒക്കെ നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ചിലപ്പോൾ ഷോർട്ട് റേഞ്ചിലേക്ക് ആയിരിക്കാം, ലോങ് റേഞ്ചിലോ ഒക്കെ ആവാനുള്ള സാധ്യത ധാരാളമാണ്. ക്വാണ്ടിഫിക്കേഷൻ ഓഫ് ഒബ്ജക്റ്റീവ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഓരോ ഒബ്ജക്റ്റീവ്സിനെയും നമുക്ക് അർത്ഥവത്താവണമെങ്കിൽ തീർച്ചയായിട്ടും അത് വെരിഫയബിൾ ആയിരിക്കണം. വെരിഫയബിൾ ആവണമെങ്കിൽ എന്ത് ചെയ്യണം? അത് ന്യൂമറിക്കലി എക്സ്പ്രസ് ചെയ്തൊരു കാര്യത്തിനെ മാത്രമേ നമുക്ക് അളക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ട് അതിനെ വെയിറ്റ് ചെയ്യാൻ, ക്വാണ്ടിഫൈ ചെയ്യാൻ, ക്വാണ്ടിഫിക്കേഷൻ നടത്താൻ അവിടെ സാധിക്കണം എന്നുള്ളതാണ് പറയുന്നത്. 8ാമത്തെ പോയിന്റിൽ പറയുന്നത് ഡൈനാമിക്. നേരത്തെ നമ്മൾ പ്ലാനിങ് പഠിച്ച പല കാര്യങ്ങളും നമുക്ക് ഇവിടെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ പ്ലാനിങ്ങും എന്തായാലും ഡൈനാമിക് ആണെന്ന് പറയുന്നുണ്ട്. നമ്മൾ പറഞ്ഞു സാഹചര്യങ്ങൾക്ക് അനുസൃതമായിട്ട് പലപ്പോഴും നമുക്ക് എന്ത് മാറ്റേണ്ടി വരും, നമ്മുടെ പ്ലാനിങ് ഒക്കെ മാറ്റേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും പ്ലാനിങ്ങിൻ്റെ ഏറ്റവും ഫസ്റ്റ് ആണല്ലോ നമ്മൾ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുക എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സാഹചര്യങ്ങളൊക്കെ പെട്ടെന്ന് വല്ല മാറ്റങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ധാരാളം കൂടുതലാണ്. കാരണം അവിടെ നമ്മുടെ വിത്തിൻ ദ നമ്മൾ പറഞ്ഞു പ്രെമിസസ് കൺസ്ട്രക്ട് ചെയ്യുക പറഞ്ഞു പ്ലാനിങ്ങിൽ. അപ്പോൾ എക്സ്റ്റേണൽ പ്രെമിസസ് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഗവൺമെൻറ് പോളിസിയും പൊളിറ്റിക്സും അങ്ങനെ ടെക്നോളജിയും ഒക്കെ ഉള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ചിലപ്പോൾ എന്ത് വരാം? മാറ്റങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അങ്ങനെയൊക്കെ മാറ്റങ്ങൾ വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനനുസരിച്ച് കൊണ്ട് മാറ്റാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒബ്ജക്റ്റീവ്സ് ആയിരിക്കണം നമ്മളവിടെ സെറ്റ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ അത് നമുക്ക് അത്തരത്തിൽ പെട്ടെന്ന് ആവശ്യം വരുന്ന പക്ഷം മാറ്റാൻ സാധ്യമായ തരത്തിലായിരിക്കണം ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പ്രധാനമായിട്ട് എടുത്ത ടോപ്പിക് എന്ന് പറയുന്നത്, ആദ്യം നമ്മൾ പ്ലാനിങ് പഠിച്ചു. ആ പ്ലാനിങ്ങിന് എത്ര സ്റ്റെപ്പുകൾ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പ്ലാൻ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ എന്ത് വേണം? ഒരു ഒബ്ജക്റ്റീവ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് ബിസിനസ്സിലൊക്കെ ഉണ്ടാകുന്ന ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നുള്ളത് നമ്മളിവിടെ നോക്കിയിട്ടുണ്ട്. ഒരു ബിസിനസ് ഒബ്ജക്റ്റീവ്സിൻ്റെ സവിശേഷതകൾ അല്ലെങ്കിൽ ഫീച്ചേഴ്സ്, ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ എന്തിനാണ് ഇങ്ങനെ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യേണ്ടത്, അതിൻ്റെ ആവശ്യമുണ്ടോ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആർക്കൊക്കെ അതിൻ്റെ ഗുണം കിട്ടുന്നു, എത്തരത്തിലുള്ള ഗുണങ്ങളാണ് നമുക്കൊക്കെ കിട്ടുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഇവിടെ അതിൻ്റെ മെറിറ്റിലൂടെ പറഞ്ഞിട്ടുണ്ട്. ഇനി അതിനുശേഷം നമ്മൾ ചെയ്തത് എന്താണ്? ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഒബ്ജക്റ്റീവ്സ് എന്തുണ്ട്? ചില
പ്രോസസ്സ് ഉണ്ട്, ചില സ്റ്റെപ്സ് ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ വെറുതെ ഒന്നും നമുക്ക് അതിന് ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവിടെ എന്തൊക്കെ പ്രോസസ്സിലൂടെയാണ് ഈ ഒരു അതിൻ്റെ സെറ്റിംഗ് നടക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കിവിടെ 8 പോയിന്റുകൾ ക്ലിയർ ആയി പറഞ്ഞു തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് നമ്മൾ ഒബ്ജക്റ്റീവ്സിനെ ആദ്യം ക്ലാസിഫൈ ചെയ്യുന്നു, അതിൻ്റെ ഡിഫറെൻറ്റ് ഏരിയാസിനനുസരിച്ചാണ് ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുന്നത്. അത് എപ്പോഴും റിയലിസ്റ്റിക് ആയിരിക്കുക. എന്ത് റിയലിസ്റ്റിക് ആയിരിക്കുക പറഞ്ഞാൽ വളരെ യാഥാർത്ഥ്യമായിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ കമ്പനിയുടെയും ആൾക്കാരുടെയും നമ്മുടെ സൗകര്യങ്ങളുടെയും ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ബേസിസിൽ നമ്മളത് കൺസിഡർ ചെയ്തിട്ടാണ് നമുക്ക് ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ ഇപ്പോൾ പറയാൻ ചെറിയ രീതിയിൽ തുടങ്ങിയൊരു സ്ഥാപനത്തിന് ഈ വർഷം 90% ലാഭം വേണം, അല്ലെങ്കിൽ ഇത്ര ലക്ഷം രൂപയുടെ ഫണ്ട് വേണം നമുക്ക് പറയുമ്പോൾ നമുക്കത് അഫോർഡബിൾ ആണോ, അല്ലെങ്കിൽ നമുക്കത് യോജിക്കുന്നുണ്ടോ, അതല്ലെങ്കിൽ നമ്മൾ വെറുതെ അങ്ങോട്ട് പറയണം ഇപ്രാവശ്യം 100% അങ്ങോട്ട് നമുക്ക് അറ്റൈൻ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റിയലിസ്റ്റിക് അല്ല. കാരണം നമുക്ക് ആ ഒരു 100% അറ്റൈൻ ചെയ്യാനുള്ള പല തടസ്സങ്ങൾ കൂടി, കൺസ്ട്രെയിൻസ് കൂടി നമുക്ക് ഉണ്ടാവാം. അതുകൊണ്ട് എപ്പോഴും ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അച്ചീവബിൾ ആയില്ല, അല്ലെങ്കിൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന അപ്പോൾ ഒരു 60% ഒക്കെ നമ്മൾ ടാർഗറ്റ് പോലെ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് പോലെ ഫിക്സ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചിലപ്പോൾ ഒരു പരിധി വരെ എല്ലാവരെയും കൂട്ടായ പരിശ്രമത്തിൻ്റെ ഫലമായിട്ടൊക്കെ അത് അച്ചീവ് ചെയ്യാൻ സാധ്യമാവുന്ന ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് ആയിരിക്കും. അപ്പോൾ എപ്പോഴും അത് നമുക്ക് നേടിയെടുക്കാൻ, നമ്മളിൽ നിന്നുകൊണ്ട് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കണം അത് സെറ്റ് ചെയ്യേണ്ടത്. പിന്നെ പാസ്റ്റ് പെർഫോമൻസ് ഒക്കെ ഒന്ന് കൺസിഡർ ചെയ്യുക, വളരെ ക്ലിയർ ആയിരിക്കുക, ബാലൻസ് ചെയ്യുക ഷോർട്ട് റേഞ്ചും ലോങ് റേഞ്ചും. കമ്പനി എപ്പോഴും ഷോർട്ട് റേഞ്ചും മാത്രം ഫോക്കസ് ചെയ്തൊന്നും മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ അതിനൊപ്പം തന്നെ ലോങ് റേഞ്ചൊക്കെ നോക്കുക. പിന്നെ അത് ക്വാണ്ടിഫിക്കേഷൻ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒബ്ജക്റ്റീവ്സ് ആയിരിക്കാം, ആവശ്യങ്ങൾക്കനുസരിച്ച് മാറ്റങ്ങൾ വരുത്താൻ സാധ്യമാവുന്ന ഒരു ഒബ്ജക്റ്റീവ് കൂടി ആയിരിക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. മാക്സിമം അത് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക്